Tay. 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 Pass. Tay. This. Tay. 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 This. എന്താ പിള്ളേരെ നിങ്ങൾക്ക് വായിക്കാനും പഠിക്കാനൊന്നുമില്ലേ? തറവാട്ടി പിറന്ന പിള്ളേർക്ക് പറ്റിയതാണോ ഇത്? തറവാട്ടി പിറന്ന അച്ഛനമ്മമാർ തന്നെയാണ് ഇവരെങ്ങോട്ട് പറഞ്ഞയച്ചത്. ഓ, നീ നാക്കെടുത്ത് ഉത്തരം പറയാറിയല്ലേ? മതി മതി, നിങ്ങളൊക്കെ പഠിക്കും. ഒരു പുസ്തകത്ത് പഠിക്കും. ഇന്നത്തെ പ്രാക്ടീസ് കഴിഞ്ഞിട്ടില്ല, കഴിഞ്ഞ അവർ പൊയ്ക്കോളും. ആഹാ, നീയുണ്ടോ ഇവിടെ? നാക്കെടുക്കാൻ വൈകിലും ആട്ടം പഠിക്കാമല്ലയോ? നിന്റെ ചേട്ടനുണ്ടല്ലോ, ലോകം നന്നാക്കാൻ നടക്കുന്നവൻ, മഹാനായ ബാലകൃഷ്ണൻ സാറ്. അദ്ദേഹം തന്നെയാണോ ഇതിനിങ്ങോട്ട് പറഞ്ഞയച്ചത്? മിനിക്കുട്ടി, പോട്ടേടി, അവിടെ ഡാൻസ് പഠിച്ചിട്ട് വേണം ഹീറോയിനാകാൻ. സന്ധ്യത എന്തിനാ ആ പാവം പെണ്ണിനെ കരയിപ്പിച്ചേ? പറയാം. പഠിക്കാൻ വരുന്ന കുട്ടികളെ ഇങ്ങനെ ആട്ടി ഓടിക്കരുത്. ഓടിച്ചില്ലെങ്കിൽ നിന്നെ ഒറ്റയ്ക്ക് ഇങ്ങനെ കിട്ടുമോ? നിങ്ങളൊക്കെ വലിയ ആൾക്കാര്, പണക്കാര്, എല്ലാം തമാശയാണ്. ഈ ക്ലാസ് എടുത്ത് കിട്ടുന്ന പണം കൊണ്ട് വേണ്ട. നിന്നോട് ഇങ്ങനെ കഷ്ടപ്പെടേണ്ടത് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു. നിന്റെ കാര്യം ഞാൻ ഏറ്റു. അച്ഛൻ ഇവിടെ ഇല്ല, പോണം. മിടുക്കി, അച്ഛനിവിടെ ഇല്ല, സൗകര്യമാണ് എന്ന്. അപ്പൊ നിനക്ക് എന്നോട് സ്നേഹമാണ്. നിന്റെ ഞാനൊരു തമ്പുരാട്ടിയാക്കും. പക്ഷെ ഒരു കാര്യം, ഡാൻസ് ചെയ്യുന്നത് എന്റെ മുമ്പിൽ മാത്രം. നിനക്ക് പിന്നെ ഡാൻസ് പഠിപ്പിക്കണമെന്ന് ആഗ്രഹമാണെങ്കിൽ നീ എന്നെയും പഠിപ്പിച്ചു, ഞാൻ റെഡി. ആ താഴ്ത്തും സന്ധ്യാദേഹം കളിയാക്കാതെ പോണം. അങ്ങനെ പോയാലോ? ഞാൻ ഒന്ന് തൊട്ടോട്ടെ. ഞാൻ ഉഷാ കുഞ്ഞിനോട് എല്ലാം പറഞ്ഞു കൊടുക്കും. അതിനെ അങ്ങ് അമേരിക്ക പോ. ഒന്നും വേണ്ട, കുഞ്ഞിന്ന് വരും. കുട്ടികൊണ്ട് വരാൻ അച്ഛൻ പോയത്. എന്നിട്ട് അമ്മാവൻ എന്നെ അറിയിച്ചില്ലല്ലോ. പ്ലെയിനിലാണ് വരുന്നതെങ്കിൽ ഇപ്പോൾ എത്താൻ സമയമായി. ഞാനൊന്ന് പോയി നോക്കാം. പിന്നെ ഈ തമാശ ഒന്നും ഉഷയോട് പറയരുത് കേട്ടോ. ഞാൻ പറയും. എടി മണ്ടി, ഞങ്ങളുടെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ. അമ്പലത്തിന്റെ തെക്കേതില് എന്റെ ആ തെങ്ങുംതോപ്പിന്റെ നടുക്ക് നല്ലൊരു വീട് വെച്ച് നിന്നെ ഞാൻ താമസിപ്പിക്കും. നിന്റെ കാര്യം ഞാൻ ഏറ്റു. എന്റെ കാര്യം ആരും ഏൽക്കണ്ട, ഞങ്ങൾ അധ്വാനിച്ച് ജീവിച്ചോളാം. നീ നല്ലപോലെ അധ്വാനിക്കുന്ന കണ്ടാലേ അറിയാം. അതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ ഇങ്ങനെ കയറി ഇറങ്ങി കിടക്കുന്നേ. ആ പിന്നെ ഉഷ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് വേഗം അവിടെ എത്തണം. പോകാനത്ര വർഷത്തായിട്ടല്ല, ഞാൻ പിന്നെ വരാം. അപ്പോ രാമൻ നായരെ യാത്രക്കിടയിൽ കാര്യം സാധിച്ചു. ഏതായാലും നന്നായി. ഉഷക്കുട്ടിക്ക് കൂട്ടുമായി രാമൻ നായരുടെ മോൾക്ക് അക്കാഡമിക്ക് വന്ന് ഡാൻസും പഠിക്കാം. പക്ഷെ ഒരു കാര്യം, ഇവിടെ അമ്പലത്തിൽ ഉത്സവം വരുമ്പോ അമ്മളിക്കുട്ടി ഇവിടെ എത്തണം. ബാലമാസ്റ്റർ പ്രത്യേകം പറഞ്ഞു. ഏതോ ഒരു കഥയൊക്കെ തിരഞ്ഞെടുത്ത് പ്രാക്ടീസും ആരംഭിച്ചു. ആരാണ് ഈ ബാലമാസ്റ്റർ? അച്ഛന്റെ എല്ലാ കത്തിലും ഉണ്ടല്ലോ ബാലമാസ്റ്ററെ കുറിച്ച്. ബാലമാസ്റ്റർ നമ്മുടെ സ്കൂളിൽ പുതുതായിട്ട് വന്നൊരു മാഷ. ഈ നാട്ടിലെ എല്ലാ കാര്യത്തിലും മുൻകൈ എടുക്കുന്ന മൂപ്പര. നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഒരു വായനശാലയായി, കലാസമിതിയായി, ഒരു സഹകരണ സംഘമായി. ചുരുക്കി പറഞ്ഞാൽ എനിക്കും ഇപ്പോ ഒരു തുളം ബാലമാസ്റ്റർ. സുഹൃക്കേടെന്ന് പറഞ്ഞാൽ ഉടനെ ഡാക്ടറായി. എന്തിനു പറയുന്നു, ചില്ലറ അസുഖങ്ങൾ മുതൽ കോടതി കാര്യത്തിന് വരെ എനിക്കൊരു സഹായിയാണ്. നീ വരുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നു, എത്തിക്കൊള്ളാമെന്നും പറഞ്ഞതാ. എന്താണോ കണ്ടില്ല. വരുന്ന വഴിക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യം വന്നു കാണും, അപ്പൊ അവരുടെ കൂടെ പോയി കാണും. അതാണല്ലോ മൂപ്പരുടെ സ്വഭാവം. ഉഷ വന്നില്ലേ? വന്നല്ലോ. എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല? കാറിൽ അടുപ്പിച്ചില്ല. കാറിലെ ഈ ക്ഷണക്കത്ത് അടുപ്പിച്ചില്ല. തന്റെ ഈ തമാശ കവിത ഒന്നും എന്നോട് വേണ്ട. അല്ലെങ്കിൽ ഈ മുഖത്ത് നോക്കിയാൽ കവിത വരികയില്ല. ആരാ ഗേറ്റില്? അയ്യേ, മസിൽസുണ്ടെന്ന് കാണുന്നതിനൊക്കെ തല്ലാൻ നടക്കി. കവിത വരാത്തിന് ഞാനാണ് ഉത്തരവാദിത്വം. എന്തുണ്ടായെന്ന് പറയൂ. ഈ മുഖത്തൊക്കെ കവിത വരില്ലെന്ന് ഞാൻ പറഞ്ഞു. അത് എന്റെ കുറ്റം കൊണ്ടാണ്. ഞാൻ പൊക്കോളാം, പക്ഷെ കവിത വരില്ല. ഉഷ വരുന്ന വിവരം അറിയിക്കാത്തതിൽ എനിക്ക് വിഷമമുണ്ട്. പോയതും ചോദിച്ചോണ്ടല്ലോ. അതിന്റെ വിഷമം എനിക്ക് ഇപ്പോഴും തീർന്നിട്ടില്ലേ? അങ്ങനെ ആരും വിഷമിക്കണം. കേട്ടോ അവൾ പറഞ്ഞത്? കേട്ടാ, വരുന്നൊന്ന് ടെലഗ്രാം വന്നു. രാമൻ നായരെ ആദ്യം കിട്ടിയത് ഉടനെ തന്നെ എയർപോർട്ടിലേക്ക് അയച്ചു. മറ്റാരെയും അറിയിക്കാനോ വിളിക്കാനോ ഒന്നും സൗകര്യപ്പെട്ടില്ല. നീ അകത്തോട്ട് വാ. മോളെ അമ്മണി, തമ്പുരാട്ടി വന്നു. വന്നോളെ. ഈ സായിപ്പന്മാരുടെ നാട്ടിൽ പോയിട്ട് വന്നപ്പം തമ്പുരാട്ടി അങ്ങ് വെളുത്ത് തുടുത്തിരിക്കുക. മോളെ പ്രത്യേകം ചോദിച്ചു. മാത്രമല്ല,
നിന്നെ അങ്ങ് പട്ടണത്തിൽ കൊണ്ടുപോയി ഡാൻസ് അക്കാഡമി ചേർക്കാന്ന് പറഞ്ഞിരിക്കുക. എന്നാ പിന്നെ ഞാൻ ജയിച്ചു. പഠിച്ചിട്ട് വന്നിട്ട് ഗോപാല മാഷിനേക്കാൾ വലിയ ക്ലാസ് തുടങ്ങും. അതാ ഇത് മോക്ക് തന്നയച്ചതാ തമ്പുരാൻ. എന്ത് ഭംഗി, നല്ല മണം. അച്ഛനോ ഇതുവരെ മോക്ക് ഒരു സാരി മേടിച്ചു തരാൻ കഴിഞ്ഞില്ല. മോക്ക് ആദ്യമായി കിട്ടിയ സാരിയില്ലേ, ഒരു കാര്യം ചെയ്യും, പട്ടണത്തിൽ പോകുമ്പോ ഇത് ഉടുത്തോണ്ട് പോവാ. മോള് വല്ലതും കഴിച്ചോ? അച്ഛനോ? ഓ, തമ്പുരാട്ടി ഇന്ന് അമേരിക്കയിൽ നിന്ന് വന്ന ദിവസമല്ലേ, കഴിക്കാതെ വിടുവോ മോളെ? അച്ഛാ, ഇന്നും ആ ശങ്കരൻ തമ്പി അദ്ദേഹം വന്ന് അതും ഇതും പറഞ്ഞ് പഠിച്ചോണ്ടിരുന്ന കുട്ടികളെ ഒട്ടിച്ചു. പഴയ കുടികിടപ്പുകാരായതുകൊണ്ട് എന്തും പറയാന്നായിരിക്കും. കുട്ടിശങ്കര, നീ പറയുന്നതൊക്കെ ശരിയാണ്. പക്ഷേ അവൾ വിദ്യാഭ്യാസമുള്ളവളാണ്, ഉദ്യോഗസ്ഥയുമാണ്. ഞാൻ പറയുന്ന പുരുഷനെ തന്നെ അവൾ വിവാഹം കഴിക്കണമെന്ന് നിർബന്ധമില്ല. അമ്മാവൻ പറഞ്ഞാൽ അവൾക്കത് അനുസരിക്കരുതെന്ന് നിർബന്ധമില്ലല്ലോ. ഈ ആഗ്രഹവും മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ ഇത്രയും കാലം വിവാഹം കഴിക്കാതിരുന്നു. ആവശ്യത്തിൽ കൂടുതൽ അവളെ പഠിപ്പിക്കരുതെന്ന് ഞാൻ പറഞ്ഞു. ഉദ്യോഗത്തിന് അയക്കരുതെന്ന് പറഞ്ഞു. അന്യ നാട്ടിലയച്ച് ചീത്തയാക്കരുതെന്നും പറഞ്ഞു. ചീത്താക്കരുതെന്നോ? എന്റെ മനസ്സിന്റെ നേരുകൊണ്ട് അവൾ ചീത്തയായില്ല. ഇല്ലെങ്കിൽ വല്ല സായിപ്പന്മാരെയും പിടിച്ചോണ്ട് വന്നേനെ. നീ എന്റെ മകളെ കുറിച്ച് എന്റെ മുമ്പിൽ നിന്നാണ് സംസാരിക്കുന്നത് നോക്കണം. ഡോക്ടർ അച്ഛനോട് പ്രത്യേകം പറഞ്ഞിട്ടില്ലേ ക്ഷോഭിക്കരുതെന്ന്? കുട്ടിശങ്കരൻ ചേട്ടാ, ഞാൻ ഇന്നുവരെ വിവാഹത്തിനെ പറ്റി ചിന്തിച്ചിട്ടില്ല, താല്പര്യം തോന്നിയിട്ടില്ല. ചേട്ടൻ മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കണം. മറ്റൊരു പെണ്ണിനെയോ? എനിക്ക് മറ്റൊരു പെണ്ണിനെയും കുറിച്ച് ചിന്തിക്കാൻ പോലും ആവില്ല. എന്നാൽ അവിവാഹിതനെ കഴിയേണ്ടി വരും. അങ്ങനെ കഴിയുക മാത്രമല്ല, വേണ്ടി വന്നാൽ മരിക്കുകയും ചെയ്യും. 2 വർഷം കഴിഞ്ഞ് അവൾ ഇന്ന് മടങ്ങി വന്നതേ ഉള്ളൂ. മരണത്തെയും കൊലപാതകത്തെയും പറ്റി സംസാരിക്കാൻ നിനക്ക് ഇപ്പോഴേ അവസരം കിട്ടിയുള്ളൂ. ഞാൻ വിവാഹത്തെ കുറിച്ചാണ് സംസാരിച്ചത്. അച്ഛനെ ക്ഷോഭിപ്പിക്കാതെ ഒന്ന് ഇവിടുന്ന് പോകും. ഉത്സവ കമ്മിറ്റി മീറ്റിംഗ് ഉണ്ട്. ഞാൻ പോയില്ലെങ്കിൽ ആ ബാൽ മാസ്റ്റർ അത് ആകെ അലങ്കോലാക്കും. എന്റെ വില്ലരിച്ചാൻ പാട്ടില്ലാതെ അമ്പലത്തിൽ ഉത്സവം നടത്താൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ രാവിലെ ദിവസം എഴുന്നേറ്റ് കഴുത്തറ്റം വെള്ളത്തിൽ സംഗീത സാധനം നടത്തുന്നത് അമ്പലത്തിൽ ഉത്സവത്തിന് പാടാനാ. പരിപാടിയിൽ എന്റെ പാട്ട് ഉൾപ്പെടുത്തിയില്ലെങ്കിൽ ഇവിടെ ഉത്സവം നടക്കുകയല്ല. ഇവിടെ ഉത്സവം നടത്താൻ ഈ നാട്ടിൽ ജനിച്ചു വളർന്നവരുണ്ട്. വന്നിട്ടുകളാരും ഇവിടം ഭരിക്കണ്ട. കുട്ടിശങ്കരൻ തമ്പി മനഃപൂർവ്വം വഴക്കുണ്ടാക്കാൻ തന്നെയാണോ വന്നിരിക്കുന്നത്? സുഹൃത്തുക്കളെ, വഴക്കുകൂടാനല്ല നാം ഇവിടെ കൂടിയിരിക്കുന്നത്. അമ്പലത്തിലെ ഉത്സവ പരിപാടികൾ പൂർവാധികം ഭംഗിയായി നടത്താനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ വേണ്ടിയാണ്. മിസ്റ്റർ രവീന്ദ്രന്റെ വിൽപ്പാട്ടും മിസ്റ്റർ ശ്രീകുമാറിന്റെ ഗാനമേളയും വായനശാല വാർഷികത്തിനുണ്ടായിരുന്ന പരിപാടികളാണ്. കേട്ടതുമാണ്. വില്ലും ഹാർമോണിയം ഒക്കെ എടുത്തണ്ട് അന്ന് ഓടിയ വഴിയിൽ പുല്ല് ഇനി വേണം കുരുക്കാൻ. തന്റെ തലയിലാണ്. എടാ രവീന്ദ്ര, എന്റെ തലയ്ക്ക് കുഴപ്പമൊന്നുമില്ലടാ. നിന്റെ തന്തയെന്ന് പറയുന്നവനുണ്ടല്ലോ, അവന്റെ തലയിലാ കഷണ്ടി. ആ തലയിലാണ് പുല്ല് ഉരുക്കേണ്ടത്. തന്തയ്ക്ക് പറയാറുണ്ടല്ലോ. പറഞ്ഞാൽ എന്താ കഴിവുകളാണ് ഈ അലങ്കോലത്തിന് കാരണമെന്ന് പറയുന്ന ഞാൻ കേൾക്കുന്നു. ഈ പരിസ്ഥിതിയിൽ പ്രസിഡന്റ് രാജിവെക്കണം എന്ന് പറയാൻ ഞാൻ നിർബന്ധിതനാണ്. മിസ്റ്റർ തമ്പി, രാജിവെക്കാൻ ഞാൻ ഒരുക്കമാണ്. എന്നെ തെരഞ്ഞെടുത്ത ഈ സദസ് ആ തീരുമാനമെടുത്താൽ ബാലൻ മാസ്റ്റർ രാജിവെക്കണം. നമുക്ക് പുതിയൊരു പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കണം. കുട്ടിശങ്കരൻ സർവപ്രസിഡന്റ് ആവണം. ഞാൻ അവനെ പിന്താങ്ങുന്നു. എന്നാ നിങ്ങളെല്ലാം കൂടെ ഉത്സവം നടത്തിയാ പോരെ? അത് ഷാപ്പിലല്ലേ? എല്ലാത്തിനെയും കാണിച്ചു തരാം. നിങ്ങൾ ഉത്സവം നടത്തുന്നു കാണണം. എല്ലാ സ്ഥലത്തും ഇത്തരക്കാരുണ്ടാകും, അത് സ്വാഭാവികമാണ്. നാം ഏറ്റെടുത്ത പരിപാടി ഏറ്റവും ഭംഗിയായി നടത്തി വേണം ഇവരെ നേരിടാൻ. മിനിക്കുട്ടി, നീ വന്ന് വല്ലതും കഴിച്ച് കിടന്നുറങ്ങു കൂട്ടി. അവൻ എപ്പോഴാ വരികയെന്ന് ആർക്കറിയ? നിനക്ക് അവനോടുള്ള സ്നേഹം അവന് നിന്നോടുണ്ടായിരുന്നെങ്കിൽ അവൻ സമയത്തും കാലത്തും വരില്ലേ? ചേട്ടനെ കുറ്റപ്പെടുത്തിയപ്പോ പെണ്ണിന്റെ ദേഷ്യം കണ്ടില്ലേ? മോള് വന്ന് കഞ്ഞി കുടിക്ക്. വിശന്നിരുന്ന് ആ ചേട്ടൻ വരുമ്പോ അഴക്ക് പറയും. ഒരു ചേട്ടന് ഒരു അനിയത്തി, ഞാൻ തോറ്റു. എന്താണ് ഈ പെണ്ണുമായിട്ടൊരു ശൃംഗാരൻ? എന്റെ ബാല, എന്നെ ഇങ്ങനിട്ട് കഷ്ടപ്പെടുത്തരുത്.